തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരം ചുള്ളിമാനൂരിൽ നിന്ന് ജിബിൻ ബേബി കൂടിയുണ്ട്. ജിബിൻ, നമ്മൾ മലപ്പുറത്തെയും ഒപ്പം തന്നെ എറണാകുളത്തെയും ഒക്കെ തന്നെ ആവേശം കണ്ടു. എന്താണ് തിരുവനന്തപുരത്തെ അവസ്ഥ? അനിൽ, ആ കണ്ടതൊന്നുമല്ല ആവേശം. നാളെ രാവിലെ 3:30 അങ്ങ് മത്സരം നടക്കുന്ന ന്യൂജേഴ്സിയിലാണെങ്കിലും ആ ആവേശമൊക്കെ ഇപ്പോൾ ഈ ചുള്ളിമാനൂരാണ്. എങ്ങനെയുണ്ട്? നാളെ 3:30 മത്സരത്തിന് ഇറങ്ങുമ്പോൾ നെയ്മറില്ല, പക്ഷേ നിങ്ങളുടെ പ്രതീക്ഷകൾ എങ്ങനെയാണ്? നെയ്മർ ഇല്ലെങ്കിലും നമ്മുടെ 11 സ്ട്രോങ് ആണ്. നമ്മളിവിടെ സ്ട്രോങ് ആയിട്ട് തന്നെ കപ്പടിക്കാൻ ചെയ്യും. നാളെ നിങ്ങൾ കൂടുതലായിട്ട് പ്രതീക്ഷിക്കുന്ന ആർക്കൊക്കെയാണ്? കാരണം നെയ്മർ ഇല്ലാത്തത് കൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും ടീമിന്റെ പെർഫോമൻസ്? വിനീഷ്യസിനെയാണ് നമ്മളെ ആകെ പ്രതീക്ഷ. വിനീഷ്യസ് കളിച്ച കളി പിടിക്കുമെന്നാണ് നമ്മളെ വിശ്വാസം. അജയ്, അത് മാത്രമല്ല ഇപ്പോൾ കുറച്ച് പെൺകുട്ടികൾ കൂടിയുണ്ട്. നേരത്തെ നമ്മൾ പലയിടത്ത് കാണാത്തതാണ് പെൺകുട്ടികളുടെ ഇടയിലുള്ള ഒരു ആവേശം. എങ്ങനെയാണ് നിങ്ങളും കൂടി ഇങ്ങോട്ട് വന്നത്? സാധാരണ ലോകകപ്പ് പെമ്പിള്ളേർ കാണത്തില്ല എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ അതിലൊന്നും കാര്യമില്ല. കാരണം ഈ നമുക്ക് കുറേ സഹോദരന്മാരുണ്ട്. അവരുടെ ആ ഒരു സപ്പോർട്ടും അവരുടെ ഈ ഫുട്ബോളിനുള്ള സ്നേഹമൊക്കെ കാണുമ്പോഴത്തേനും നമുക്ക് തീർച്ചയായിട്ടും അതിനോടൊരു ആരാധന അല്ലെങ്കിൽ ഒരു സ്നേഹം കാണണമെന്നൊക്കെ നമുക്ക് തോന്നും. അങ്ങനെ ഇപ്പം എനിക്ക് ഞാനൊരു ഫുട്ബോൾ പ്രേമി ആദ്യമേ അല്ലായിരുന്നു. പക്ഷേ ഇപ്പം എൻ്റെ ഇക്കായൊക്കെ എൻ്റെ ബ്രദറൊക്കെ കാണുന്നതുകൊണ്ട് എനിക്കതൊരു പ്രചോദനമായിരുന്നു. അതായത് അത് നമ്മൾ ഈ കാണണം. കാരണം ഇവിടെ ഒരു ഫ്ലെക്സ് എന്ന് പറയുന്നത് തൊട്ടപ്പുറത്ത് ഒരു 200 മീറ്റർ ഫ്ലെക്സ് വെച്ചുകൊണ്ട് ഇവരെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ടീം ഉണ്ടായിരുന്നു. അവർക്കൊരു മറുപടി കൂടിയായിട്ടാണ് ഈ കുട്ടികൾ ഈ 250 മീറ്റർ വലുപ്പമുള്ള ഒരു ഫ്ലെക്സ് ഇവിടെ ഉയർത്തിയിരിക്കുന്നത്. വാർഡ് മെമ്പർ ഉൾപ്പെടെ ഇവർക്ക് പ്രചോദനമുണ്ട്. ഇവിടെ എങ്ങനെയാണ്? കാരണം നമ്മുടെ നാട്ടിൽ മുൻപ് കാണാത്ത ഒരു ആവേശമാണ് ഈ വേൾഡ് കപ്പിന്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഈ ആവേശം എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും ഒരു പുതിയ അനുഭവമാണ്. നമ്മുടെ ഈ പ്രദേശത്ത് നമ്മളെ മക്കളെല്ലാം കൂടി ചേർന്നുകൊണ്ട് വളരെ ആവേശത്തോടെ 2-3 ദിവസമായിട്ട് ഈ പ്രദേശത്ത് കുട്ടികളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു വേൾഡ് ഫുട്ബോളുമായിട്ടുള്ളൊരു ആവേശ നിമിഷത്തിലാണ് ഇവിടുത്തെ മക്കൾ. തീർച്ചയായും വളരെ സന്തോഷം. ഇതിലുള്ള കായിക രംഗത്തേക്ക് കടന്നു വരുമ്പോൾ മക്കൾ മറ്റു ഭാഗങ്ങളിലേക്ക് അവരെ വഴിതെറ്റി പോകില്ല. പ്രത്യേകിച്ച് ലഹരിയും മറ്റ് മേഖലയിലേക്ക് മക്കള് പോകില്ല. തിരുവനന്തപുരത്തെ ആവേശമാണ് നമ്മൾ കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.